എന്റെ യശോദ മരിച്ച പിന്നെ എന്റെ മോളായിരുന്നു എന്റെ എല്ലാം. നിന്നെ രാപകലില്ലാതെ കഷ്ടപ്പെട്ട് ഈ കണ്ട സ്വത്ത് മുഴുവൻ ഞാൻ ഉണ്ടാക്കിയത് അവക്ക് വേണ്ടിയാ, അവക്ക് വേണ്ടി മാത്രം. എനിക്ക് അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവൾ വരുന്നെന്ന് പറഞ്ഞില്ലേ, അപ്പോഴേക്കും തുടങ്ങി വിളിയും ബഹളവും. താൻ അടുക്കള ഭരണം ഏറ്റെടുത്തിട്ടേ ഉള്ളൂ, പ്രൊബേഷണറി പീരീഡ് ആണ്, അപ്പൊ കുറെ താമസമൊക്കെ ഉണ്ടാവും. സംഗതി ഒക്കെ ശരിയാണ്. പക്ഷെ ഓഫീസിലെത്താൻ ലേറ്റ് ആയാലും ഇതൊരു എക്സ്ക്യൂസ് ആവില്ല മാഡം. ഞാനതിനൊട്ടും താമസിച്ചില്ലല്ലോ. വെപ്രാളം കൂട്ടിയിട്ട് ബട്ടൺസ് ഇട്ടിരിക്കുന്ന കണ്ടില്ലേ? ഷെടാ, ഇക്കണ്ട നാള് മുഴുവൻ ഞാൻ യൂണിഫോം ഇട്ടിട്ട് സംഭവിക്കാത്തതാണല്ലോ ഇത്. പിന്നെ ഇപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു? ഇനി മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ ഭവതി ചാർജ് എടുത്തുകൊണ്ടായിരിക്കും അല്ലേ? കിന്നാരം പറഞ്ഞോണ്ടെന്നാലേ സമയം അങ്ങ് പോകും. കാര്യങ്ങൾ നടക്കണം കുട്ടി. ബാക്കി സായങ്കാലം. ഓക്കെ? അല്ല, പകല് ഞാനിവിടെ ഇല്ലാത്തതാണ്. കൊട്ടാരത്തിൽ നിന്ന് തന്റെ തന്തപ്പടിയുടെ കിങ്കരന്മാരാരെങ്കിലും വന്ന് എന്റെ രാജകുമാരിയെ തട്ടിക്കൊണ്ട് പോകുമോ? അല്ല, വേണമെങ്കിൽ 2 പോലീസുകാരെ വീട്ടിലിടാം. വാചകടിച്ചു നിന്നു. ഒടുക്കം ഓഫീസിലെത്താൻ വൈകിയാൽ എന്നെ ഒന്നും പറയരുത്.